നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4 വർഷത്തിലേക്ക് കടന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പ്രതീക്ഷ പകരുകയാണ് പരിമിത വെടിനിർത്തൽ. 1 മാസം നീളുന്ന സമ്പൂർണ്ണ വെടിനിർത്തൽ എന്ന ആശയം റഷ്യ നിരാകരിച്ചെങ്കിലും സ്ഥിരം വെടിനിർത്തലിലേക്ക് വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുഎസിന്റെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയിൽ നടന്ന സമാധാന ചർച്ചകൾക്കു പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി 1 മാസം വെടിനിർത്തലിന് താൽപര്യം അറിയിച്ചിരുന്നു. പിന്നാലെ US സംഘവുമായി റഷ്യയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അനുകൂല നിലപാട് അറിയിച്ചു. പുടിൻ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾ സമാധാന ചർച്ചകളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പുടിനുമായി മാർച്ച് 18-ന് ട്രംപ് നടത്തിയ ടെലിഫോൺ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഭാഗികമായ വെടിനിർത്തലിന് റഷ്യ തയ്യാറായത്. ലോകരാജ്യങ്ങളെയെല്ലാം വരച്ച വരയിൽ നിർത്തിയ ട്രംപിന് പക്ഷേ പുടിനോട് സംസാരിക്കാൻ 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും റഷ്യയും യുക്രൈനും പരസ്പരം ഡ്രോൺ മിസൈൽ ആക്രമണം ശക്തമാക്കുന്നതിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോഴിതാ ആ തിരക്കിനിടയിലും ഉഭയകക്ഷി ബന്ധം കരുത്തുറ്റതാക്കാൻ ഉറച്ച് ഇന്ത്യയും റഷ്യയും. ഇതിനു മുൻപും യുദ്ധം വലിയ രീതിയിൽ നടക്കുന്ന സമയത്തും റഷ്യ മോദിയോടക്കം ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞ സമയത്തെല്ലാം തന്നെ നരേന്ദ്രമോദി റഷ്യയിൽ പോയി വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് ഇന്ത്യയും പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പുടിൻ ഇങ്ങോട്ടാണ് വരുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ ഇന്ത്യ സന്ദർശിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ആണ് ഇതറിയിച്ചത്. പ്രസിഡന്റിന്റെ സന്ദർശനത്തിനായി ഒരുക്കങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം ടെലിവിഷനിലൂടെ അഭിസംബോധനയിൽ പറഞ്ഞിട്ടുണ്ട്. 3ാം വട്ട തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ വിദേശ സന്ദർശനം നടത്തിയത് റഷ്യയിലേക്കാണ്. ഇനി ഞങ്ങളുടെ ഊഴമാണെന്നും ലാവ്റോവ് പറഞ്ഞു. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ മാസമോ തീയതിയോ ലാവ്റോവ് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം റഷ്യ സന്ദർശിച്ച വേളയിൽ മോദി പുടിനെ ഔദ്യോഗികമായി ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആ ക്ഷണം സ്വീകരിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ അന്നും എപ്പോഴായിരിക്കും ആ ഒരു യാത്ര അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം റഷ്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ വളരെ തിരക്ക് പിടിച്ച സമയമാണ്. യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ട്രംപ് വന്ന് ഇപ്പോൾ പല മധ്യസ്ഥ കാര്യങ്ങളിലും ചർച്ചകളിലും മറ്റും പങ്കെടുക്കുന്ന തിരക്കാണ്. ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് തയ്യാറെടുക്കുകയാണ് ലാവ്റോവ് പറഞ്ഞിട്ടുണ്ട്. 2022 ഫെബ്രുവരിയിൽ യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാകും ഇത്. 2030 ലക്ഷ്യമാക്കിയുള്ള പുടിന്റെ സാമ്പത്തിക റോഡ് മാപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികളാകും സന്ദർശനത്തിൽ ഉണ്ടാകുക. ഉഭയകക്ഷി വ്യാപാരം വർഷം തോറും $100 ബില്യൺ ഇരട്ടിയാക്കാൻ ഇന്ത്യയും റഷ്യയും ധാരണയായിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചതോടെ യുക്രൈനിലും റഷ്യയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരേ സമയം സന്ദർശനം നടത്തിയിരുന്നു. 2024-ൽ പുടിനുമായും സെലൻസ്കിയുമായും മോദി കൂടിക്കാഴ്ച നടത്തി. യുദ്ധത്തെ തുടർന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ തുടർന്ന് റഷ്യ പ്രതിസന്ധിയിലായപ്പോൾ അവിടെ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറായി. ഇന്ത്യക്ക് കുറഞ്ഞ നിരക്കിലാണ് റഷ്യ എണ്ണ നൽകിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ റൂട്ടുകൾ വികസിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട്. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് സമുദ്ര വാണിജ്യ ഇടനാഴി അതിൽ ഉൾപ്പെടുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യനില മോശമാണെന്നുള്ള റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേറെയായി. ഏറ്റവും ഒടുവിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് ഈ വിഷയത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. പുടിൻ അധികം വൈകാതെ മരിക്കുമെന്നും അതോടെ യുദ്ധം അവസാനിക്കുമെന്നാണ് സെലൻസ്കി തുറന്നടിച്ചത്. കീവ് ഇൻഡിപെൻഡന്റ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. മാർച്ച് 26-ന് പാരീസിൽ വെച്ച് യൂറോപ്യൻ മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി പുടിന്റെ ആരോഗ്യനിലയെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചത്. യുഎസിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ കരിങ്കടലിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ റഷ്യയും യുക്രൈനും ധാരണയായതിന് പിന്നാലെയാണ് പരാമർശമെന്നും ന്യൂസ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആഗോളതലത്തിലെ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു കടക്കാൻ ഇപ്പോൾ പുടിനെ അമേരിക്ക സഹായിക്കാതിരിക്കുക എന്നത് പ്രധാനമാണ്. അത് വളരെ അപകടകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു
ലഭിക്കുന്നു എന്നാണ് സെലൻസ്കി പറഞ്ഞത്. മരണം വരെ അധികാരത്തിൽ തുടരാനാകുമെന്നാണ് പുടിൻ പ്രതീക്ഷിക്കുന്നത്. പുടിന്റെ അഭിലാഷങ്ങൾ യുക്രൈനിൽ ഒതുങ്ങി നിൽക്കില്ലെന്നും അത് പാശ്ചാത്യ ലോകവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാമെന്നും സെലൻസ്കി പറഞ്ഞു. പുടിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ യുഎസും യൂറോപ്പും ഒറ്റക്കെട്ടായി നിലകൊള്ളണം. യൂറോപ്യൻ അമേരിക്കൻ സഖ്യത്തെ പുടിൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ സഖ്യത്തെ വേർപിരിക്കാമെന്നാണ് പുടിന്റെ പ്രതീക്ഷ, സെലൻസ്കി പറഞ്ഞു. അതുകൂടാതെ പുടിന് മരണഭയവുമുണ്ട്. അദ്ദേഹം അധികം വൈകാതെ മരിക്കും, അതോടെ എല്ലാം അവസാനിപ്പിക്കും, സെലൻസ്കി തുറന്നടിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ ഈ ഒരു തുറന്നടിക്കൽ. പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം അവശനായ പുടിനെയാണ് കാണാൻ കഴിയുന്നത്. ചുമച്ചു തുടങ്ങിയാൽ നിർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നതും കൈകാലുകൾ നിയന്ത്രണാതീതമായി വിറയ്ക്കുന്നതും പുടിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വാർത്ത പ്രചരിക്കാൻ കാരണമായി. 2022 പ്രതിരോധ മന്ത്രി സെർജി ഷോയ്ഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ മേശയിൽ തല കുമ്പിട്ടിരിക്കുന്ന വീഡിയോയും വ്യാപകമായി പ്രചരിച്ചിരുന്നു. പാർക്കിൻസൺസ് രോഗബാധിതനാണെന്നും അർബുദബാധിതനാണെന്നും വാർത്ത പരന്നിരുന്നു. എന്നാൽ ക്രെംലിൻ ഔദ്യോഗികമായി ഇതെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു. യുദ്ധത്തിൽ അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്ക് സെലൻസ്കി നന്ദി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ യുഎസ് ഭരണകൂടം റഷ്യയുടെ വാദങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത്തരം വാദങ്ങളോട് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാനാവില്ല. ഞങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ്, അതല്ലാതെ വേറൊരു മാർഗവുമില്ല. കൂടുതൽ സത്യം വിളിച്ചു പറയുക എന്നതാണ് ഞങ്ങൾക്ക് ചെയ്യാനാവുന്നത് എന്നാണ് സെലൻസ്കി പറഞ്ഞ വാക്കുകൾ. 2022 ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തിയത്. യുക്രൈന്റെ ഏകദേശം 20% ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ്. അതേസമയം യുക്രൈനെതിരെ പോരാടാൻ റഷ്യയെ സഹായിക്കുന്നതിനായി കൂടുതൽ സൈനികരെ നോർത്ത് കൊറിയ അയച്ചതായും ദക്ഷിണ കൊറിയ പറയുന്നുണ്ട്. 3000 സൈനികരെയാണ് ഇത്തവണ അയച്ചതെന്നും ദക്ഷിണ കൊറിയ ആരോപിക്കുന്നത്. ഇതുവരെ 11,000 സൈനികരെയാണ് യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നതിനായി നോർത്ത് കൊറിയ അയച്ചത്. ഇതിൽ 400 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. 3600 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും ദക്ഷിണ കൊറിയ അവകാശപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് 3000 സൈനികരെ കൂടി യുദ്ധഭൂമിയിലേക്ക് അയക്കുന്നത്. സൈനികർക്ക് പുറമെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളും ചെറുപീരങ്കികളും റോക്കറ്റ് ലോഞ്ചറുകളും നോർത്ത് കൊറിയ റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് റഷ്യ യുക്രൈനിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തു. 3 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കവെയാണ് പുതിയ സംഭവവികാസങ്ങൾ. യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിന് പകരമായി ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നോർത്ത് കൊറിയ തിരികെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ സൈനികർക്ക് യുദ്ധപരിശീലനവും അത്യാധുനിക ആയുധങ്ങളിൽ പരിശീലനവും റഷ്യ നൽകുന്നുണ്ട്. ഇതിനു പുറമെ നോർത്ത് കൊറിയയ്ക്ക് കൽക്കരി, ഭക്ഷണം, ആവശ്യ മരുന്നുകൾ എന്നിവയും റഷ്യ നൽകുന്നുണ്ട്. ഇതിനു പുറമെ നോർത്ത് കൊറിയയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് റഷ്യയിൽ ഉപരിപഠനത്തിനുള്ള സഹായവും നൽകുമെന്നാണ് വിവരം. കഴിഞ്ഞ നവംബർ മുതലാണ് യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത കുർസ്കിലെ പ്രദേശങ്ങളിലേക്ക് നോർത്ത് കൊറിയൻ സൈനികരെ വിന്യസിച്ചു തുടങ്ങിയത്. എന്നാൽ യുക്രൈൻ തിരിച്ചടിയിൽ വലിയ ആൾനാശം നേരിട്ടതോടെ അവരെ പിൻവലിച്ചിരുന്നു. അതേസമയം പോരാട്ടത്തിൽ യുക്രൈൻ സൈനികരാൽ പിടിക്കപ്പെടുമെന്ന ഘട്ടം വന്നാൽ സ്വയം ഗ്രാനേഡ് പൊട്ടിച്ച് ആത്മഹത്യ ചെയ്യുന്ന ശൈലിയാണ് നോർത്ത് കൊറിയൻ സൈനികർ അനുവർത്തിക്കുന്നത്. റഷ്യയുമായി നോർത്ത് കൊറിയ കൂടുതൽ അടുക്കുന്നത് ആയുധ വികസനത്തിൽ റഷ്യയിൽ നിന്ന് സാങ്കേതിക വിദ്യകൾ അവർക്ക് ലഭിക്കുമെന്ന ആശങ്കയിലാണ്. യുഎസ് അടുത്തിടെ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന വമ്പൻ ആളില്ല വിമാനങ്ങൾ നോർത്ത് കൊറിയ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിനുള്ള സാങ്കേതിക വിദ്യകൾ റഷ്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്.